കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ആഴത്തിൽ പരിശോധിച്ചാൽ സാമൂഹിക പുരോഗതിയുടെയും വിപ്ലവകരമായ മാറ്റങ്ങളുടെയും പിൻബലം ഉണ്ടായിട്ടും അധികാരത്തിന്റെ അകത്തളങ്ങളിൽ സ്ത്രീകൾ ഇന്നും നേരിടുന്ന അദൃശ്യമായ തടസ്സങ്ങൾ വ്യക്തമാകും. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ജീവിത നിലവാരത്തിലും രാജ്യാന്തര നിലവാരം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. കേരളം രൂപീകൃതമായ കാലം മുതൽ ഇന്ന് വരെ കരുത്തുറ്റ ഒട്ടനവധി വനിതാ നേതാക്കൾ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നുവെങ്കിലും നിർണായകമായ ഭരണാധികാര സ്ഥാനങ്ങളിലേക്കോ മുഖ്യമന്ത്രി പദത്തിലേക്കോ അവരെ ഉയർത്തുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്നും വിമുഖത കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KR ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതം. 1957 പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന അവർ പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത കരുത്തായിരുന്നു. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം മുഴുവൻ വിശ്വസിച്ചിരുന്നു. കേരളം ഭരിക്കും ഗൗരിയമ്മ എന്ന മുദ്രാവാക്യം അന്ന് അണികൾക്കിടയിൽ അത്രമേൽ ആവേശം വിതറിയിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ പാർട്ടി അവരെ തഴയുകയും EK നയനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തന്റെ പിൽക്കാല ജീവിതത്തിൽ എഴുതിയ ആത്മകഥയിൽ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾക്കുള്ളിൽ പോലും വേരൂന്നിയ പുരുഷാധിപത്യവും ജാതീയമായ വേർതിരിവുകളും തന്നെ എങ്ങനെയാണ് തളച്ചതെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതകൾക്കപ്പുറം സമൂഹത്തിലെ യാഥാസ്ഥിതിക മൂല്യങ്ങൾ രാഷ്ട്രീയ സംഘടനകളുടെ ആന്തരിക ഘടനയെയും എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഗൗരിയമ്മയുടെ അനുഭവം. പതിറ്റാണ്ടുകൾക്ക് ശേഷം സമാനമായ ഒരു സാഹചര്യം KK ശൈലജയുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുന്നത് നാം കണ്ടു. 2016 പിണറായി വിജയൻ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന അവർ നിപ്പ പടർന്നു പിടിച്ചപ്പോഴും കോവിഡ് മഹാമാരി ലോകത്തെ വിറപ്പിച്ചപ്പോഴും കേരളം കാഴ്ചവെച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആഗോള മുഖമായിരുന്നു. ഭരണമികവും ജനകീയതയും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു നേതാവായി അവർ ഉയർന്നു വന്നു. എന്നാൽ 2021 ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മന്ത്രിമാർക്ക് രണ്ടാം ഊഴം നൽകേണ്ടതില്ല എന്ന വിചിത്രമായ പാർട്ടി നയം ചൂണ്ടിക്കാട്ടി അവരെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തി. അതേസമയം ഇതേ നയം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെടുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഭരണപരമായ മികവ് തെളിയിച്ചിട്ടും പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിലെ പുരുഷാധിപത്യപരമായ തീരുമാനങ്ങൾ അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയെന്ന് പരക്കെ വിമർശനമുയർന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേരാവൂർ പോലെ കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ അവരെ സ്ഥാനാർത്ഥിയാക്കിയത് അവരുടെ രാഷ്ട്രീയ അടിത്തറ തകർക്കാനുള്ള നീക്കമാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. വ്യക്തിഗതമായ കഴിവിനേക്കാൾ ഉപരിയായി നിലവിലുള്ള പുരുഷ കേന്ദ്രീകൃത അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന വനിതാ നേതാക്കളെ പാർശ്വവൽക്കരിക്കാനുള്ള പ്രവണത എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ദൃശ്യമാണ്. കേരളത്തിലെ നിയമസഭയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ആശാവഹമായ ഒരു ചിത്രമല്ല നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ 140 സീറ്റുകളിൽ വെറും 18 സ്ത്രീകളെ മാത്രമാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. ഇതിൽ CPM-ന്റെ 12 സ്ഥാനാർത്ഥികളും CPI-യുടെ 5 പേരും കേരള കോൺഗ്രസ് M-ന്റെ ഒരാളും ഉൾപ്പെടുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വർധനമുണ്ടെങ്കിലും ഇത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിന് അടുത്തുപോലും എത്തുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവസ്ഥയും സമാനമാണ്. കോൺഗ്രസ് 9 പേരെയും മുസ്ലിം ലീഗ് 2 പേരെയും RMPI ഒരാളെയും ഉൾപ്പെടുത്തി ആകെ 12 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDAയുടെ പട്ടികയിൽ 18 സ്ത്രീകളുണ്ടെങ്കിലും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും വിജയസാധ്യത കുറഞ്ഞവയാണെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. 1957 മുതൽ ഇന്നുവരെ നിയമസഭയിലെ സ്ത്രീ സാന്നിധ്യം 10% മുകളിൽ പോയിട്ടില്ലെന്നത് കേരളത്തിന്റെ പുരോഗമന വാദങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. നിലവിലെ സഭയിൽ ഇത് ഏകദേശം 8% മാത്രമാണ്. കുടുംബശ്രീ പോലുള്ള പദ്ധതികളിലൂടെ താഴെത്തട്ടിൽ സ്ത്രീ ശാക്തീകരണം നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും നിയമനിർമ്മാണ സഭയിലേക്ക് അവരെ എത്തിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പരാജയപ്പെടുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ മാറ്റി നിർത്താൻ സ്ഥിരമായി ഉയർത്തുന്ന ഒരു വാദം ജയസാധ്യത എന്നതാണ്. പുരുഷന്മാരായ നേതാക്കൾക്ക് പണം നൽകാനും സ്വാധീനം ചെലുത്താനും കൂടുതൽ കഴിയുമെന്നും അതിനാൽ അവർക്ക് വിജയസാധ്യത കൂടുതലാണെന്നുമുള്ള ധാരണയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ചിന്താഗതി സ്ത്രീകളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. സ്ത്രീകൾക്ക് രാഷ്ട്രീയ മൂലധനം കെട്ടിപ്പടുത്താൻ ആവശ്യമായ അവസരങ്ങൾ നൽകാതിരിക്കുകയും പിന്നീട് ആ പരിചയക്കുറവ് ചൂണ്ടിക്കാട്ടി സീറ്റ് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ദുഷിച്ച ചക്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവരുടെ പാർലമെന്ററി രംഗത്തെ പ്രാതിനിധ്യം പരിശോധിച്ചാൽ സ്ത്രീവിരുദ്ധമായ സമീപനങ്ങൾ കാണാം. വനിതാ കേഡർമാർക്കും ബഹുജന സംഘടനകൾക്കും വലിയ സ്വാധീനമുണ്ടായിട്ടും അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവർ തഴയപ്പെടുന്നു. കോൺഗ്രസിനുള്ളിലാകട്ടെ ഗ്രൂപ്പ് സമവാക്യങ്ങളും വിഭാഗീയതയുമാണ് സീറ്റ് വിഭജനത്തെ നിയന്ത്രിക്കുന്നത്. ഗ്രൂപ്പുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് അർഹമായ സീറ്റുകൾ നഷ്ടമാകുന്നു. കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെ പോലെയുള്ളവർ പരസ്യമായി ഉയർത്തിയ പ്രതിഷേധം പാർട്ടിയിലെ ഈ വിവേചനത്തിന്റെ പ്രതിഫലനമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾ നേരിടുന്ന അവഗണന അവർ ചൂണ്ടിക്കാട്ടുന്നത് നേതൃത്വത്തിന് മറുപടിയില്ലാത്ത ചോദ്യമായി മാറുകയാണ്. മുസ്ലിം ലീഗിന്റെ കാര്യമെടുത്താൽ അവിടെ മാറ്റങ്ങൾ വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. യാഥാസ്ഥിതികമായ സാമൂഹിക പശ്ചാത്തലമുള്ള പാർട്ടി എന്ന നിലയിൽ ദീർഘകാലം സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. 2021 ആദ്യമായി ഒരു വനിതയെ മത്സരിപ്പിച്ചുവെങ്കിലും അവർ പരാജയപ്പെട്ടു. ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയത് ഒരു മാറ്റമായി കാണാമെങ്കിലും അത് പൂർണ്ണമായ അർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണമാണെന്ന് പറയാനാകില്ല. സാമുദായിക രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് സ്ത്രീകളെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പിനെതിരെ ഈക്വൽ റെപ്രസെന്റേഷൻ മൂവ്മെന്റ് പോലുള്ള സംഘടനകൾ രംഗത്തു വരുന്നത്. 33% വനിതാ സംവരണ നിയമമായിട്ടും അത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ
സർക്കാരിനെതിരെയും പ്രായോഗിക രാഷ്ട്രീയത്തിൽ സ്ത്രീകളെ അവഗണിക്കുന്ന സംസ്ഥാനത്തെ പ്രധാന മുന്നണികൾക്കെതിരെയും വോട്ടർമാർ പ്രതികരിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്യുന്നു. വനിതാ നേതാക്കളെ നിർത്താത്ത ഇടങ്ങളിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്ന അവരുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കുള്ള ഒരു താക്കീതാണ്. സ്ത്രീകളുടെയും ലിംഗ ന്യൂനപക്ഷങ്ങളുടെയും രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം അവരുടെ പങ്കാളിത്തമില്ലായ്മയല്ല, മറിച്ച് രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കുള്ളിലെ ഘടനാപരമായ തടസ്സങ്ങളാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച സ്ത്രീകളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന സമീപനമാണ് മാറേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ തന്നെ ജനാധിപത്യപരമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും സ്ത്രീകളെ നയരൂപീകരണത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുകയും വേണം. വിദ്യാഭ്യാസത്തിലും ചിന്തയിലും ഔന്നത്യം പുലർത്തുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹം ഇന്ന് കൂടുതൽ അവബോധമുള്ളവരായി മാറിയിട്ടുണ്ട്. അവർ തങ്ങളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ പോരാട്ടം കേവലം ഏതാനും സീറ്റുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലിംഗസമത്വമുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഈ വിവേചനം അവസാനിച്ചാൽ മാത്രമേ കേരളം ശരിയായ അർത്ഥത്തിൽ ഒരു പുരോഗമന സമൂഹമായി മാറുകയുള്ളൂ. സാംസ്കാരികമായ ഉണർവ് രാഷ്ട്രീയമായ ശാക്തീകരണത്തിലേക്ക് വഴിമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജനകീയ പ്രക്ഷോഭങ്ങളിലും സാമൂഹിക സേവനങ്ങളിലും സജീവമായി ഇടപെടുന്ന സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിലും തുല്യമായ ഇടം ലഭിക്കുമ്പോൾ മാത്രമേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ. വരാനിരിക്കുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ചർച്ചാ വിഷയം ഈ പ്രാതിനിധ്യക്കുറവ് തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല.